നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യുദ്ധകാണ്ഡമാണ് തുടങ്ങുന്നത്. അങ്ങനെ സീതാദേവിയെ കണ്ട് ഹനുമാൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തെത്തി എല്ലാ വിവരങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഹനുമാൻ ചെന്ന് സീതയുടെ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ശ്രീരാമചന്ദ്രന് വല്ലാത്ത സന്തോഷമാവും. ശ്രീരാമൻ എന്നിട്ട് ഓടി വന്ന് വേഗം ഹനുമാനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം സീതയുടെ കാര്യം അറിയിച്ചല്ലോ. അതുപോലെ നിനക്ക് ഞാൻ എന്ത് തരും എനിക്കറിയില്ല, പക്ഷെ ഇതേ ഇപ്പം എനിക്കുള്ളൂ തരാൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷത്തോടെ. അപ്പോൾ അവർ എല്ലാവരോടും തീരുമാനിക്കുകയാണെന്ന് നമുക്ക് വേഗം യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ പറയാണ്, നമുക്ക് ഇന്ന് തന്നെ പോവാം, അവിടെ ചെന്ന് കടൽ കടന്ന് നമുക്ക് സീതാദേവി എടുത്ത് ചെല്ലാം, രാവണനെ കൊല്ലാൻ നമുക്ക് സീതാദേവിയെ കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പോൾ എങ്ങനെ ചെല്ലും, എങ്ങനെ പറ്റും, ഈ വലിയ സമുദ്രമല്ലേ, ഇത് കടക്കാൻ പറ്റുമോ? അപ്പോൾ ഹനുമാൻ പറയും, ഇത് എല്ലാ വാനരന്മാർക്കും ഇത് കടക്കാൻ പറ്റും, നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. എല്ലാവരും കൂടി പോവാണ്. എന്നിട്ട് ശ്രീരാമൻ ഹനുമാന്റെ തോളത്തും അംഗദന്റെ തോളത്ത് ലക്ഷ്മണനും ഇരുന്നാണ് ഇവർ പോകുന്നത്. അങ്ങനെ അവർ സമുദ്രത്തിന്റെ അടുത്തെത്തുകയാണ് അവർ. എന്നിട്ട് അവർ ഈ വലിയ സമുദ്രം കണ്ട് നോക്കിയിരിക്കുക, എങ്ങനെ ഇനി ഇത് ഈ സമുദ്രം കടക്കും, എങ്ങനെ കടക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ സമയത്ത് അവിടെ ലങ്കയിൽ രാവണൻ തൻ്റെ മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്ത് ചെയ്യണം, കാരണം ഇനി ശ്രീരാമൻ വരും എന്നുള്ളത് ഉറപ്പായി. അപ്പം എന്ത് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ്. അപ്പം മന്ത്രിമാരെല്ലാവരും പറയുകയാണ്, അങ്ങ് കേമനാണ്, അങ്ങ് രാവണനാണ്, അങ്ങ് ഇന്ദ്രനെ തോൽപ്പിച്ചവനാണ്, അങ്ങയുടെ അത്രയും കഴിവുള്ള ആരുമില്ല ഈ ലോകത്ത്. അപ്പോൾ അങ്ങ് എന്തിനാണ് ശ്രീരാമനെ പേടിക്കുന്നത്, ഒരു കാര്യം കൊണ്ട് പേടിക്കണം. അത് മന്ത്രിമാരിങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിഭീഷണൻ പറയണ, ഏട്ടാ ഇത് ശരിയല്ല, അങ്ങ് ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സീതാദേവിയെ തിരിച്ചു വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ശ്രീരാമചന്ദ്രന്. കേട്ടിടത്തോളം ശ്രീരാമചന്ദ്രൻ നല്ലോണം പേടിക്കേണ്ട ആളാണ്. അങ്ങയ്ക്ക് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹം കിട്ടിയത് ദേവന്മാരാലും നാഗങ്ങളാലും ഒന്നും കൊല്ലപ്പെടില്ലെന്നാണ്, പക്ഷെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ലെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അങ്ങ് പേടിക്കണം, ശ്രീരാമൻ അത്രയും ധർമ്മജ്ഞനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങ് സീതാദേവിയെ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. വെറുതെ ഒരു യുദ്ധത്തിന് പോകണ്ട, ഈ രാക്ഷസകുലം തന്നെ ചിലപ്പോൾ ശ്രീരാമൻ ഇല്ലാണ്ടാക്കിയെന്ന് വരും. അപ്പോൾ വെറുതെ ഒരു യുദ്ധത്തിന് പോകണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രാവണന് ഒന്നും കാര്യമൊന്നുമില്ല, എനിക്കിതൊന്നും കാര്യമല്ല, എനിക്ക് ആരെയും പേടിയില്ല എന്നുള്ളത് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വിഭീഷണൻ ചെല്ലുകയാണ് രാവണൻ്റെ അടുത്ത്. ഇത് പറയാം, ഏട്ടാ ഞാൻ ഒന്നുകൂടി പറയാണ്, യുദ്ധത്തിന് പോകരുത്, സീതാദേവിയെ വിട്ടുകൊടുക്കൂ എന്ന് പറയാണ്. അപ്പോൾ രാവണനോട് വിഭീഷണൻ പറയാണ്, ഏട്ടാ സീത ലങ്കയിലേക്ക് വന്നേ പിന്നെ ഇവിടെ മുഴുവൻ അപശകുനങ്ങളാണ്. പശുവിൻ്റെ പാല് പിരിയുന്നു, കഴുകന്മാർ ഇവിടെ വട്ടമിട്ട് പറക്കുന്നു, പിന്നെ കാക്കകൾ ഏതു നേരവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആനകൾക്കും കുതിരകൾക്കും ഒട്ടകങ്ങൾക്കും ഒക്കെ എപ്പോഴും വ്യാധികളാണ്. സീത വന്നേ പിന്നെ ഇവിടെ അപശകുനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അങ്ങ് അധർമ്മം കാണിച്ചുകൊണ്ടാണത്, സീതയുടെ ശാപമാണത്, സീതയെ വിട്ടയക്കാൻ പറയാണ്. അപ്പോൾ രാവണൻ ദേഷ്യം പറയാം, നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല, അതാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്, നീ ശത്രുക്കളെ പുകഴ്ത്തി പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ലെന്ന് രാവണൻ പറയാണ്. അപ്പോൾ വിഭീഷണൻ പറയാം, ഏട്ടാ ശ്രീരാമചന്ദ്രൻ വന്ന് അങ്ങയെ കൊല്ലും, ഉറപ്പാണ്, നമ്മുടെ രാക്ഷസകുലത്തിൻ്റെ തന്നെ അന്ത്യം ഉണ്ടാക്കാൻ പോവുകയാണ് അതെ അവിടുന്ന്. അപ്പോൾ ദൈവത്തെ ഓർത്ത് സീതയെ വിട്ടുകൊടുക്കാൻ പറയാണ്. എന്ത് ചെയ്താലും ഞാൻ സീതയെ വിട്ടുകൊടുക്കില്ലെന്ന് രാവണൻ പറയാം. എന്നിട്ട് പറയാം, നിന്നെ ഇനി എനിക്ക് കാണണ്ട, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറയാണ്. ദേഷ്യം വന്ന് വിഭീഷണൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വിഭീഷണൻ നേരെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ശ്രീരാമചന്ദ്രനും വാനരന്മാരും എല്ലാവരും ആ സമുദ്രതീരത്തിരിക്കുകയാണ്. അപ്പോൾ വിഭീഷണനെ കാണുമ്പോൾ തന്നെ ഇവരെല്ലാവരും വാനരന്മാർക്ക് ദേഷ്യം വേഗം ഉപദ്രവിക്കാൻ ചെല്ലും. അപ്പോൾ തൊഴുതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരു വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഞാൻ രാവണൻ്റെ അനിയൻ വിഭീഷണനാണ്, അങ്ങയുടെ കൂടെ യുദ്ധത്തിന് അങ്ങയെ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുകയാണ്. സുഗ്രീവനും അംഗദനൊക്കെ പറയും, വിശ്വസിക്കരുത്, എന്തോ കള്ളത്തരമുണ്ട്, രാവണൻ അയച്ചതായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാ വാനരന്മാരുടെയും പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വേഗം ഹനുമാനോട് ചോദിക്കുക, എന്താ നീ മാത്രം ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറയും, എനിക്ക് വിഭീഷണന് സൗമ്യതയാണ് കാണുന്നത്, വിഭീഷണന് കള്ളത്തരവില്ല, ധർമ്മജ്ഞനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്, വിഭീഷണനെ കൂട്ടത്തിൽ കൂട്ടാൻ പേടിക്കണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ പറയാണ്, എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നതിന് രാവണനാണെങ്കിൽ കൂടി ഞാൻ സഹായിക്കും, അപ്പോൾ വിഭീഷണനെ എന്തായാലും നമുക്ക് കൂട്ടത്തിൽ കൂട്ടാന്ന് പറഞ്ഞാൽ വിഭീഷണനെ കൂട്ടത്തിൽ കൂട്ടുകയാണ്. എന്നിട്ട് വിഭീഷണൻ ഇവർ കൂടിയിട്ട് വിഭീഷണൻ അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയിക്കുകയാണ്, എങ്ങനെയാണ് രാവണൻ്റെ പട എങ്ങനെയാണെന്നുള്ളതൊക്കെ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ രാവണൻ തൻ്റെ രാക്ഷസന്മാരിൽ ഒരാളായ ശരദൂലിനെ വിടുകയാണ്, എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടി. ശരദൂലിന് അവിടെ ചെന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചെന്ന് രാവണനോട് പറയുകയാണ്, വിഭീഷണൻ അവിടെ എത്തി എന്നുള്ളതൊക്കെ. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ 3 ദിവസം തപസ്സിരിക്കുകയാണ്, അവിടെ ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് വരണദേവൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടാൻ, എങ്ങനെയും സഹായിക്കാൻ, ഈ സാഗരം കടന്ന് അവിടെ ചെല്ലണമല്ലോ. അപ്പോൾ വിഭീഷണനും ഹനുമാനും ഒക്കെ കൂടി പറയുന്നുണ്ട്, അങ്ങ് മഹാരാജാവിൻ്റെ
വംശത്തിലുള്ളതാണ്, അങ്ങയ്ക്ക് പറ്റും, ഈ സാഗരം കടക്കാൻ അങ്ങയ്ക്ക് പറ്റും എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ശ്രീരാമചന്ദ്രൻ തപസ്സിരിക്കുകയാണ്. എന്നിട്ട് 3 ദിവസം പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഒരു ജലപാനമില്ലാതെ ശ്രീരാമചന്ദ്രൻ ഇരിക്കുകയാണ്. വരുണദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. അവസാനം ദേഷ്യം വരാണ് ശ്രീരാമന്. 3 ദിവസമായിട്ടും വരുണദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. ഇത്രയ്ക്ക് അഹങ്കാരം, ഇപ്പം ഞാൻ നിന്റെ അഹങ്കാരം മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വേഗം ബ്രഹ്മാസ്ത്രം എടുത്ത് അമ്പ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ വേഗം വരുണദേവൻ പ്രത്യക്ഷപ്പെട്ട് പറയും, അങ്ങ് ദൈവത്തെ ഓർത്തോ ചെയ്യരുത്, ഞാൻ വരാൻ ഇത്തിരി വൈകി, പക്ഷേ എന്നോട് ക്ഷമിക്കണം, ദൈവത്തെ ഓർത്തോ ചെയ്യരുതെന്ന് പറയാണ്. അപ്പോൾ ശ്രീരാമൻ പറയാണ്, എനിക്കിപ്പോൾ ഈ എടുത്ത അമ്പ് എയ്യാതെ പറ്റില്ല, അതങ്ങനെയാണത്, ബ്രഹ്മാസ്ത്രം ആയാലും ഏതായാലും അങ്ങനെയാണ്, എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന കഴിയുമ്പോഴാണ് ഇവിടുന്ന് വടക്കോട്ട് ദ്രുമകുല്യം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ്, അങ്ങോട്ട് അയച്ചോളാൻ പറയണം. എന്നിട്ട് ഈ ബ്രഹ്മാസ്ത്രം ചെന്ന് വീഴുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാരു എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ അവിടെ മുഴുവൻ മരുഭൂമിയാവുകയാണ്. അപ്പോൾ തന്നെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്, അവിടെ നിറച്ചും പശുക്കളും നെയ്യും വെണ്ണയും നല്ല രീതിയിൽ സമൃദ്ധിയുള്ള സ്ഥലമായി മാറട്ടെ എന്ന് പറയാണ്. അതിപ്പോഴത്തെ മാർവാർ എന്നുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ശ്രീരാമനോട് വരുണദേവൻ പറയുകയാണ്, അങ്ങയുടെ കൂട്ടത്തിൽ വാനരന്മാരിൽ വിശ്വകർമാവിൻ്റെ പുത്രനായ നളനുണ്ട്. നളൻ വിചാരിച്ച ഒരു പാലം ഈ സമുദ്രത്തിൽ കൂടി പണിയാൻ പറ്റും ലങ്കയിലേക്ക്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, ഞാൻ വഴി മാറിത്തരാം, പാലം പണിയോളാൻ പറയണം, അങ്ങയ്ക്കും വാനരന്മാർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് പറയാണ്. എന്നിട്ട് അപ്പോൾ വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ പറയണം, ശരി ഞാൻ ചെയ്യാം, ഞാൻ ഇത് പാലം പണിയാന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പാലം പണിയുകയാണ്. 100 യോജനങ്ങൾ വലിപ്പമുള്ള പാലം പണിയുകയാണ് ലങ്കയിലേക്ക്. എന്നിട്ട് പാലം പണിഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയും എല്ലാവരുടെയും പോവുകയാണ്. അങ്ങനെ അവർ ലങ്കയിലെത്തി ലങ്കയുടെ തീരത്ത് ചെന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.